ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ പാടെ തന്നെ കുറച്ച് സമയം ജെല്ലൊക്കെ തുറന്ന് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്നത്തെ ദിവസം ഫുൾ ഡേ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എണീറ്റപ്പോൾ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെതായ എളുപ്പത്തിൽ നമുക്ക് രാവിലെ റവ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇക്കാക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇന്നും ചട്നി ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ പഞ്ചസാരയും റവ ദോശയും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴായിട്ട് ലേറ്റ് ആകുന്ന ദിവസമെല്ലാം മിക്കവാറും ഇതുപോലെ റവ ദോശയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാറാണ് കേട്ടോ പതിവ്. അങ്ങനെ തന്നെ നമ്മൾ ആവശ്യത്തിന് ഓയിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇന്നൊരു 8 മണിയൊക്കെ ആകുമ്പോഴാണ് കഴിക്കാൻ ജോലിക്കൊക്കെ പോകുന്നത്. അങ്ങനെ തന്നെ നമ്മൾ ദോശയൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ആ അടുക്കളപ്പണിയൊക്കെ പെട്ടെന്ന് തീർക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ കടും ചായയും കൂടിയൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും കറക്റ്റ് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒന്ന് ഉറങ്ങി എണീറ്റതിന് ശേഷമാണ് കേട്ടോ ബാക്കി പരിപാടി ചെയ്യുന്നത്. അപ്പോൾ വാവ് നല്ല ഉറക്കമായിരുന്നു ഈ ഒരു ടൈമിലൊക്കെ. അങ്ങനെ മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ വറ്റ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഐസ് മാറാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ തക്കാളിയൊക്കെ ഇട്ടാണ് കേട്ടോ മീൻകറി വെക്കുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം തന്നെ കുക്കറിൽ ചോറും കൂടി ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ ചോറിൻ്റെ വിസിലൊക്കെ ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചട്ടിയൊക്കെ വെച്ചപ്പോൾ അതുപോലെ നമ്മൾ ഉലുവയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും സവോളയും അതുപോലെ തന്നെ പച്ചമുളകും എല്ലാം ഇട്ടൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിലൊക്കെ മീൻകറിക്ക് മസ്റ്റായിട്ട് ചുമന്നുള്ളിയാണ് കേട്ടോ ചേർക്കാറ്. പക്ഷേ ഇവിടെ വന്നേ പിന്നെയാണ് ഈ സവോള ചേർക്കാൻ തുടങ്ങിയത്. പക്ഷെ വലിയ വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ ചേർത്താലും. അങ്ങനെ നമ്മൾ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് കൂടുതൽ സവോളയൊക്കെ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്തവണ എരിവ് നല്ല കുറച്ച് മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല കുറച്ചാണ് കേട്ടോ എരിവൊക്കെ ചേർക്കുന്നത്. അങ്ങനെ എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിന്ന് കറിവേപ്പില ഉണ്ടായിരുന്നില്ല, തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ ഈ മാസം ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ മിക്ക സാധനങ്ങളും തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നോ അല്ലെങ്കിൽ നാളെയോ വല്ലതും സാധനമൊക്കെ ഒന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുക്കള സാധനമൊക്കെ ഒരു പകുതി മുക്കാലും തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സവോള, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ആദ്യം തന്നെ പതിവ് പോലെ നമ്മളുടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പൊടികളൊക്കെ നല്ല കുറവാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഈ മുളക് പൊടിക്ക് നല്ല കളറുണ്ടെന്നേ ഉള്ളൂ, വലിയ എരിവും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ പൊടികളൊക്കെ ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പതിവ് പോലെ ആദ്യം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയമൊക്കെ ആയപ്പോൾ വാവ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി പരിപാടിയൊക്കെ ആളെടുത്തോണ്ടായിരുന്നു. ഉറങ്ങി എണീറ്റ് കഴിയുമ്പോൾ കുറച്ച് സമയം നല്ല മേടായിരിക്കും. അതുകൊണ്ട് തന്നെ എടുത്തോണ്ട് നിൽക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ പൊടിയെല്ലാം മൂപ്പിച്ചതിന് ശേഷം ഒരു തക്കാളി ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീൻകറിക്ക് തക്കാളി അല്ലെങ്കിൽ മാങ്ങ ഒക്കെ ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ തക്കാളിക്ക് വലിയ പുളിയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളച്ച് വരണം കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ല്. അങ്ങനെ നമ്മളെ കറിയൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തക്കാളിക്ക് വലിയ പുളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 2 കഷ്ണം കുടംപുളിയും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഗ്രേവിക്ക് ആവശ്യമായിട്ട് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക്
നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കൂടുതൽ മീനെടുത്ത് പൊരിക്കാനും കൂടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ നമ്മൾ നോർമൽ മസാല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പതിവ് പോലെ ഇന്ന് നമുക്ക് നാരങ്ങാനീര് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് വിനാഗിരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അത് ആവശ്യത്തിന് വെള്ളം കൂടിയൊക്കെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിലേക്ക് നമ്മൾ മീനിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലും തലയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ മീൻകറി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നാളത്തേക്കും കൂടിയാണ് കേട്ടോ വെക്കുന്നത്. അങ്ങനെ നല്ലപോലെ ഒന്ന് കറിയൊക്കെ തിളച്ച് വന്നതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചൊക്കെ ഒന്ന് വേവിക്കുന്നുണ്ട്. പിന്നെ ഇക്ക വരുന്നത് 1 മണിയൊക്കെ ആയപ്പോഴാണ്. അപ്പോൾ ഇക്ക വരുന്നതിന് കുറച്ച് മുമ്പായിട്ട് നമ്മൾ മീനൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത്തവണത്തെ മീൻ നല്ല ഫ്രഷ് ആയിരുന്നു, നല്ല പച്ചമീനായിരുന്നു കേട്ടോ. ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ ചോറിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് ഊറ്റി മാറ്റുന്നുണ്ട്. ഈ ഒരു സമയമൊക്കെ ആയപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. മീനൊക്കെ ഏകദേശം ഒന്ന് വെന്തും വന്നിട്ടുണ്ട്. പിന്നീട് നമ്മൾ മീനൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇത് തോരനൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചെങ്കിലും മടി കാരണം ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും എല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ ഒരു 1:15 ആയപ്പോഴാണ് നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ടൈമിൽ നമ്മൾ മീൻകറിയൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ എനിക്കും ഇക്കാക്കും വാവയ്ക്കും വേണ്ടിയൊക്കെ ഒന്ന് വിളമ്പുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയമായപ്പോൾ ഇക്കാക്ക് ഓംലേറ്റും കൂടി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ മുട്ടയും കൂടിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം മിക്ക കുറച്ച് സമയം ഒന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉറങ്ങി എണീറ്റപ്പോൾ ഈവനിങ് ടൈമിൽ ചായ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മുന്തിരി ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് വന്ന സമയത്ത് ഇതുപോലെ മാംഗോ ലസ്സിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് മാംഗോയുടെ ഫ്ലേവറിലുള്ള തൈരാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കൂടുതലും ഇഷ്ടം ഇത് പ്ലെയിനായിട്ട് കഴിക്കാനാണ്. അങ്ങനെ പ്ലെയിനായിട്ട് ഞാനും കഴിക്കുന്നുണ്ട്, വാവയ്ക്കും കൊടുക്കുന്നുണ്ട്. വാവയ്ക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കത്തില്ല. അങ്ങനെ നമ്മൾ ഈവനിങ് ടൈമൊക്കെ കഴിഞ്ഞതിന് ശേഷം മിക്ക പിന്നെയും ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രിയൊക്കെ ആയപ്പം ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇടിയപ്പമൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ മാവ് നമ്മൾ നാട്ടിലത്തെ മാവ് പോലെ അത്രയും സോഫ്റ്റ് ഇടിയപ്പമായിട്ടൊന്നും കിട്ടത്തില്ല കേട്ടോ. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇടിയപ്പം. വാവയാണെങ്കിൽ ഒട്ടും തന്നെ കഴിക്കാത്ത സംഭവമാണ് ഇടിയപ്പം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ മുട്ട റോസ്റ്റും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്, നാളത്തേക്കും കൂടിയാണ് കേട്ടോ. അങ്ങനെ ഇടിയപ്പമൊക്കെ സെറ്റായതിന് ശേഷം മിക്ക വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധനം കൂടി മേടിക്കാൻ പോകാമെന്ന്. അങ്ങനെ ഇക്കയുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞപ്പോൾ 10 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 10:30 ആയപ്പോഴാണ് കേട്ടോ സാധനമൊക്കെ മേടിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ വാവിനെ ഒന്ന് ഒരുക്കിയിട്ടുണ്ട്. അളമുടി ഇപ്പോൾ എത്ര ചീകി വെച്ചാലും അടങ്ങിയിരിക്കത്തില്ല കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഒരു റായൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പോസ് ചെയ്യാൻ പറഞ്ഞതെന്ന് കാണിക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ നമ്മൾ കുറച്ച് കൂടുതൽ സമയം ഒരുങ്ങി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്ക വരാൻ കുറച്ചധികം വൈകിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ TV ഒക്കെ കണ്ട് ടൈമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പുറത്ത് പോകാനാണെന്നും മനസ്സിലായപ്പോൾ തന്നെ ആൾ നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളൊരു 10:30 ആയപ്പോൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ നേരെ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്തിറങ്ങിയതും വേർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടായിരുന്നു. അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോഴാണ് ഒരു ആശ്വാസം കിട്ടിയത്. അപ്പോൾ ആദ്യം തന്നെ ഐസുവിനുള്ള മിഠായിയൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മിഠായി ഒന്നും ആൾക്കങ്ങനെ ഇഷ്ടമൊന്നുമല്ല കേട്ടോ. ആൾ ഡയറി മിൽക്കിൻ്റെ ഫാനാണ്. അങ്ങനെ നമ്മൾ സാധനമൊക്കെ മേടിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഒരുമിച്ച് വന്ന് സാധനം മേടിക്കുന്നത്. ഇപ്പോൾ തീരുന്നതനുസരിച്ച് ഇക്കാനെ മേടിക്കാറാണ് കേട്ടോ പതിവ്. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ പച്ചക്കറിയുടെയൊക്കെ സെക്ഷനിലോട്ടാണ് പോകുന്നത് കേട്ടോ. നമ്മൾ ആദ്യം കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു സമയം വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ.
അതുപോലെ തന്നെ വലിയ ഓഫറും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പച്ചക്കറി സെക്ഷനിൽ വന്നപ്പോൾ ഇതാ നല്ല പച്ച മാങ്ങ ഒക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ പച്ചക്കറിയൊക്കെ എടുക്കാൻ വേണ്ടി പോയ സമയം കൊണ്ട് ഞാൻ എന്താ കറിവേപ്പിലയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മൾ കുറച്ചും കൂടി വീട്ടു സാധനങ്ങളൊക്കെ എടുത്ത് ഇതായിക്ക് ബില്ലടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ വാവയ്ക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കേക്കും കാര്യങ്ങളും ഒക്കെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യത്തെ കടയിൽ കയറി സാധനമൊക്കെ മേടിച്ചതിന് ശേഷം വഴിയിൽ കുറച്ച് സമയം ഒന്ന് ഇരിക്കുന്നുണ്ട്. അവിടെ ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇരിക്കാൻ. അങ്ങനെ അടുത്ത കടയിൽ നമ്മൾ വെള്ളവും മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാവയ്ക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു കേക്കും കൂടി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് ഒട്ടും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം ആളത് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ചോക്ലേറ്റ് കേക്കായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മളിവിടെ തൊട്ടടുത്തുള്ള 5 റിയാൽ കടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് പ്ലേറ്റും കാര്യങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നപ്പോഴാണ് കേട്ടോ ഈ ഒരു പോട്ടും കാര്യങ്ങളൊക്കെ കണ്ടത്. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു, പക്ഷേ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് അറിയത്തില്ല കേട്ടോ. പിന്നെ ഇതുപോലത്തെ കുറേ ടിന്നുണ്ടായിരുന്നു. ഇതെല്ലാം പ്ലാസ്റ്റിക്കാണ് കേട്ടോ. പിന്നെ ഈ ഒരു ടിന്നിനൊക്കെ തന്നെ ഓൺലൈനിൽ ഞാൻ നോക്കിയപ്പോൾ നല്ല റേറ്റ് ആയിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല വിലക്കുറവായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പ്ലേറ്റിൻ്റെ സെക്ഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലേറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. പിന്നെ നമ്മൾ പ്ലേറ്റ് മാത്രം മേടിക്കാനാണ് വന്നെങ്കിലും ജസ്റ്റ് അവിടെ നിന്ന് ചുറ്റി എല്ലാം ഒന്ന് കണ്ടിട്ടൊക്കെയാണ് കേട്ടോ പോയതൊക്കെ. അപ്പോൾ ഇതുപോലെ കുറേ കുഞ്ഞു കുഞ്ഞു ബൗളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഭംഗിക്കൊക്കെ വെക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അങ്ങനെ നമുക്ക് വേണ്ട പ്ലേറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരുപാട് ടൈപ്പ് ട്രേയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. മുൻപ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ മിക്ക ഐറ്റംസിനും 5 റിയാലാണ്, അല്ലെങ്കിൽ 11.50 റിയാലൊക്കെയാണ് കേട്ടോ റേറ്റ് വരുന്നത്. പിന്നെ നമുക്ക് തവി മേടിക്കണമായിരുന്നു. അങ്ങനെ തവി നോക്കിയപ്പോൾ അതും ഒട്ടും നല്ലതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചിലപ്പോൾ നല്ല ഭംഗിയുള്ളതൊക്കെ കിട്ടും, പക്ഷേ ഇത്തവണ ഒട്ടും രസമുള്ളതുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ടേബിൾ മാറ്റ് മേടിക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി വോൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിലും മൈസ് പെട്ടെന്ന് കീറിക്കളയും കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ടേബിൾ മാറ്റും കൂടി ഒന്ന് സേഫ്റ്റിക്ക് മേടിച്ചിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ തവി നോക്കുന്ന സമയത്ത് ഈ ടേബിൾ മാറ്റൊക്കെ ഒന്ന് മേടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എല്ലാ ടൈപ്പ് ബേക്കിംഗ് ടൂൾസും പാത്രങ്ങളും എല്ലാം കിട്ടും. പക്ഷെ പാത്രങ്ങളൊക്കെ അത്ര ക്വാളിറ്റി ഉള്ളതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷെ തവിയും അല്ലെങ്കിൽ ഇങ്ങനത്തെ നൈഫും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. പക്ഷെ ഇത്തവണ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ടോയ്സിൻ്റെ സെക്ഷനിലോട്ടൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ തവണയൊക്കെ ഇവിടെ വരുന്ന സമയം വാവ ഒന്നും മിണ്ടാതെ നോക്കിയിരിക്കലായിരുന്നു. പക്ഷേ ഇത്തവണ കാണുന്നതെല്ലാം ആൾക്ക് വേണമായിരുന്നു കേട്ടോ. അങ്ങനെ ആൾക്കൊരു മാല മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്വർണ്ണത്തിൻ്റെ മാല ആൾക്ക് അടിച്ച് പൊട്ടിക്കുവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ മുത്തുമാല മേടിക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ ഇവിടുത്തെ കിഡ്സിൻ്റെ സെക്ഷനിലാണ് കേട്ടോ എനിക്ക് കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടം. നല്ല അടിപൊളി കളക്ഷൻസാണ്. ഒരുപാട് ടൈപ്പ് മാലയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ വെറും 5 റിയാൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ മാലയൊക്കെ നോക്കുന്ന സമയത്ത് മാലേൻ്റെ കൂടെ സെറ്റായിട്ട് ക്ലിപ്പൊക്കെ വരുന്ന ഒരുപാട് സെറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളൊരു റോസ് കളറാണ് കേട്ടോ എടുക്കുന്നത്. അങ്ങനെ ഐസുവിനുള്ള റോസ് കളർ മാലയൊക്കെ എടുത്തതിന് ശേഷം ഈ കാണുന്നതെല്ലാം സ്റ്റെൻസിലാണ് കേട്ടോ. നമുക്ക് മെഹന്തിയൊക്കെ ഇടാൻ പറ്റിയ സ്റ്റെൻസിലാണ് ഇവിടെ ഇരിക്കുന്നത്. എല്ലാം വെറും 5 റിയാലേ ഉള്ളൂ. പിന്നെ ഈ കണ്ണാടി നമ്മൾ പണ്ട് കോളേജിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയെന്നേ ഉള്ളൂ. അന്ന് ഈ ഒരു കണ്ണാടി ഇല്ലാത്ത പിള്ളേരെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഐസിന് വേണ്ടിയൊക്കെ ബോളൊക്കെ ഒന്ന് എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ആൾക്ക് വേറെയും ടോയ്സ് വേണമെന്നും പറഞ്ഞുകൊണ്ടിരിപ്പുണ്ടായിരുന്നു.
പിന്നെ ആളുടെ ബർത്ത്ഡേ വരുന്നുണ്ട് ഒക്ടോബറിൽ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഈ ഒരു സംഭവം മേടിച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത് മേടിക്കുന്നത്. കണ്ടപ്പോൾ നല്ല ക്യൂട്ടാന്ന് തോന്നി. പിന്നെ വൈറ്റ് കളറും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് തലവണ കവർ മേടിക്കണമായിരുന്നു. അപ്പോൾ വലിയ സെലക്ഷനൊന്നും ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല കേട്ടോ. ക്വാളിറ്റി എല്ലാം നല്ല അടിപൊളിയാണ്. അതുപോലെ 11 റിയാലോ 5 റിയാലോ ഒക്കെ റേറ്റും ഉള്ളൂ. അങ്ങനെ അതും കൂടി മേടിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ സിംഗിൾ പീസസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. സെറ്റായിട്ടൊന്നും കിട്ടില്ല, പക്ഷേ എല്ലാം അത്യാവശ്യം നല്ല വലിപ്പമുള്ളതൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തതിന് ശേഷം കുറച്ച് സമയം അവിടെ തന്നെ ഒന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഭാവിക്ക് വീട്ടിലിടാൻ ഒരു ചെരുപ്പും കൂടി മേടിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ആർക്കുള്ളതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം താഴോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് സാധനങ്ങളെ ഇവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കൂടുതലും ഐസൂന് പറ്റിയ സാധനങ്ങളൊക്കെയാണ് കേട്ടോ മേടിച്ചത്. നമുക്ക് വേണ്ട പ്ലേറ്റും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇക്കയൊക്കെ വേറെ ഒരു കടയിലും കൂടിയൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന കടയെല്ലാം തൊട്ടടുത്തുള്ളതാണ് കേട്ടോ. അതുപോലെ ഇപ്പോൾ സമയം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു ടൈമായിട്ട് ഇവിടെ ഭയങ്കര ചൂടാണ്, വേർത്തൊലിച്ച് നിൽക്കുകയാണ് കേട്ടോ. നല്ല ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ടയേർഡാകുന്നുണ്ടായിരുന്നു. സത്യത്തിൽ ഈ ഒരു സമയമൊക്കെ റോഡിൽ നിന്ന് പണിയുന്നവർ സമ്മതിക്കണം കേട്ടോ, നല്ല കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ ഇക്കയ്ക്ക് വേറൊരു കടയിലും കൂടി കയറാനുണ്ടായിരുന്നു. അങ്ങനെ ഇക്ക അവിടേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെയൊക്കെ വന്നപ്പോൾ പിന്നെയും കുപ്പിയും വെള്ളമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ ചെന്ന പാടെ തന്നെ ഐസുവിൻ്റെ മാലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക്കിലാണ് കേട്ടോ, അല്ലാതെ ഇങ്ങനെ സ്ക്രൂവും കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ നമ്മളൊരു ടേബിൾ മാറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേറെ 5 റിയാലേ ഉള്ളൂ. അതിനൊത്ത ക്വാളിറ്റി ഉള്ളൂ കേട്ടോ, വലിയ ക്വാളിറ്റിയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് വന്ന ടൈമിൽ തന്നെ ബ്രോസ്റ്റഡും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടിയപ്പം നാളത്തേക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ബ്രോസ്റ്റഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ സംഭവം നല്ല അടിപൊളിയായിരുന്നു, എപ്പോഴത്തെയും പോലെ തന്നെ. പിന്നെ ഭാവിക്ക് റൈസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നാളത്തേക്കുള്ള കറിയും കൂടിയൊക്കെ വെച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ ലേറ്റ് ആയിപ്പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അങ്ങനെ നമ്മൾ പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ സവോളയും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇന്ന് നമ്മൾ ജസ്റ്റ് റോസ്റ്റ് മാത്രം ഒന്ന് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നാളെ എണീറ്റതിന് ശേഷം മുട്ടയും കൂടിയൊക്കെ ഒന്ന് പുഴുങ്ങിയിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് കൂടുതൽ റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് കൂടുതൽ ഉള്ളിയൊക്കെ വേണം. അങ്ങനെ സവോള 2 സവോളയൊക്കെ നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റി എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ വാപ്പയും മോളും ഒക്കെ ഇന്ന് സിനിമ കാണലാണ് കേട്ടോ. അതുപോലെ നമ്മൾ ഇത്തവണ തക്കാളിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ റോസ്റ്റിന്. അങ്ങനെ നമ്മൾ സവോളയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്തതിന് ശേഷം നല്ലപോലെ വഴറ്റി പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നീട് അതിന് ശേഷം നമ്മൾ കറിവേപ്പിലയും കൂടിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 വലിയ സവോള എടുത്തെങ്കിലും കറി ആയപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അടച്ചു വെക്കുന്നത്. പിന്നെ നമ്മളിന്ന് കിടന്നുറങ്ങുന്നത് തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കേട്ടോ. ഒരു 1:30 ആയപ്പോഴാണ് ഉറങ്ങുന്നത്. അങ്ങനെ നമ്മൾ റോസ്റ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നാളെ എണീറ്റ് കഴിഞ്ഞാൽ വലിയ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ അത്രയൊക്കെയുള്ളൂ കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.